السلام عليكم ورحمة الله وبركاته. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. لا يحل لكم أن ترثوا النساء كرها ولا تذهبوا فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സർവ്വലോക രക്ഷിതാവായ നിയന്ത്രണമായ അള്ളാഹുവിനെ അനുസരിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തം മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാം സത്യമതത്തിന്റെ ദൈവം അവതരിപ്പിച്ച അവന്റെ ആദർശത്തിന്റെ വിശ്വാസികളാണ്, അതിന്റെ പിന്തുടർച്ചക്കാരാണ്. ഈ ഇസ്ലാം എന്ന് പറയുന്ന സത്യമതം നമുക്കറിയുന്നത് പോലെ ഏത് കാലഘട്ടത്തും വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി നിലനിൽക്കുന്ന ഒരാദർശമാണ്. ഇന്നും സജീവമായ ചർച്ചകൾക്ക് അത് കാരണമാകുന്നു. ഒരുപാട് ആളുകളുടെ ഇസ്ലാം പ്രവേശനത്തിന് അത് കാരണമാകുന്നു. ഒരുപാട് ആളുകൾ അഥവാ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരുന്ന സ്വീകരിക്കുന്ന ഒരു മതമായി ലോകത്ത്, അതും ഏത് രാജ്യമെടുത്താലും ലോകത്ത് ഇസ്ലാം നിലനിൽക്കുന്നു. അൽഹംദുലില്ലാഹ്. പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറെ സജീവമായ ഇക്കാലമായതുകൊണ്ട് തന്നെ അവയുടെ നിയന്ത്രണം ഇസ്ലാമികമായി നല്ല ഉദ്ദേശങ്ങളുള്ള ആളുകളുടെ അടുത്തല്ല ഭൂരിഭാഗവും എന്നതുകൊണ്ട് തന്നെ നമുക്ക് അനേകമായ വിമർശനങ്ങളും ഇസ്ലാമിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. ആത്യന്തികമായി അവസാനമായി ആ വിമർശനങ്ങളും മനുഷ്യരെ എത്തിക്കുന്നത് ഇസ്ലാം സ്വീകാര്യതയിലേക്കാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ സ്വീകരിക്കുന്നതിലേക്കാണ്, ഇസ്ലാമിന്റെ വളർച്ചയിലേക്കാണ് എന്ന വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇസ്ലാം വിമർശനങ്ങൾ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിൽ വളരെ സജീവമായ വിമർശനങ്ങൾ ഒന്നാണ് ഇസ്ലാമും സ്ത്രീയും. അഥവാ ഇസ്ലാമിലെ സ്ത്രീയുടെ റോൾ എന്താണ്, ഇസ്ലാം സ്ത്രീയെ പരിഗണിക്കുന്നത് എങ്ങനെയാണ്, ഇസ്ലാമിലെ സ്ത്രീക്ക് പ്രാധാന്യമുണ്ടോ, ഇസ്ലാം സ്ത്രീക്ക് മഹത്വം നൽകുന്നുണ്ടോ എന്നിത്യാദിയുള്ള വിഷയങ്ങൾ ഈ കേരളത്തിലടക്കം കഴിഞ്ഞ ചില ആഴ്ചകളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായിരുന്നു, അല്ലെങ്കിൽ ചിലതായിരുന്നു ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രധാരണം, ഇസ്ലാമിലെ സ്ത്രീയുടെ അനന്തരാവകാശം, ഇസ്ലാമിലെ സ്ത്രീയുടെ സ്വത്ത് എന്നിത്യാദിയുള്ള വിഷയങ്ങൾ. അപ്പോ സാമൂഹ്യ മാധ്യമങ്ങളും മറ്റും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു മുസ്ലിമിനോ അല്ലെങ്കിൽ അത് കാണുന്ന ആളുകൾക്കോ മുസ്ലിം അല്ലാത്ത ആളുകൾക്കോ ഒക്കെ ആ വിഷയത്തിൽ ഒരു ആശങ്ക, സംശയം, ആഴത്തിൽ ആ വിഷയം അറിയാത്ത ആളുകൾക്ക് ഉണ്ടായേക്കാം. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ മുസ്ലിം അതിനെപ്പറ്റി ബോധ്യമുള്ള ആളാവുക എന്ന് പറയുന്നത് അനിവാര്യമാണ്.
രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്, അഥവാ സ്ത്രീയും ഇസ്ലാം എന്ന വിഷയത്തിൽ. ഒന്നാമത്തെ വിഷയം പൊതുവായി എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ലേ? ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മഹത്വമില്ലേ? അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ തുല്യമല്ലേ? സ്ത്രീക്ക് ഇസ്ലാമിൽ പുരുഷനേക്കാൾ താഴെയാണോ സ്ഥാനം? ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരി വ ഉൻസാ. അല്ലാഹു തആല അവർക്ക് മറുപടി നൽകുകയാണ്, നിങ്ങളിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളുടെ പ്രവർത്തനവും അല്ലാഹു തആല പാഴാക്കി കളയുകയില്ല. മിൻ ദക്കരി വ ഉൻസാ, അത് പുരുഷനാവട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ആരുടെ പ്രവർത്തനവും അല്ലാഹു തആല പാഴാക്കി കളയുകയില്ല. അഥവാ എല്ലാവർക്കും അവർ പ്രവർത്തിച്ചതിന്റെ അവരുടെ കർമ്മത്തിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകും. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അതുപോലെ തന്നെ മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു തആല ആ വിഷയം ആവർത്തിക്കുന്നു. നിങ്ങൾ സ്വാലിഹാണോ, നിങ്ങൾ മുഅ്മിനാണോ, നിങ്ങളുടെ പ്രവർത്തനം സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കാതെ അല്ലാഹു തആല രണ്ടുപേർക്കും അവരുടെ പ്രവർത്തനത്തിന് അർഹമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അഥവാ അതിൽ നീതി അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അഥവാ അല്ലാഹുവിന്റെ മുന്നിൽ സ്ത്രീയും പുരുഷനും മൂല്യം കൊണ്ട് സ്ഥാനം കൊണ്ട് ഒരു നിലക്കും മുകളിലോ താഴെയോ ആകുന്നില്ല. ഒരാൾ സ്ത്രീയാണെന്നതുകൊണ്ടോ പുരുഷനാണെന്നതുകൊണ്ടോ അള്ളാഹുവിന്റെ മുന്നിലുള്ള സ്ഥാനം അവരുടെ കൂടുന്നില്ല, കുറയുന്നില്ല. അള്ളാഹുവിന്റെ അടുത്ത് സാമീപ്യം നേടുന്നത് തഖ്വയുള്ള ആളുകൾ മാത്രമാണ്. അള്ളാഹു ഒരുപാട് വചനങ്ങളുടെ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയും. തഖ്വ മാത്രമാണ് അവന്റെ മുന്നിൽ സ്ഥാനം നേടാനുള്ള മാനദണ്ഡം. സ്ത്രീയാണോ പുരുഷനാണോ എന്നല്ല. അഥവാ മൂല്യം രണ്ടുപേരുടെയും ഒരുപോലെ തന്നെയാണ്. അവരുടെ പ്രവർത്തനമാണ്, തഖ്വയാണ് അവരുടെ അള്ളാഹുവിന്റെ അടുത്തുള്ള സ്ഥാനത്തെ വർദ്ധിപ്പിക്കുന്നതും കുറക്കുന്നതും. ഇനി തുല്യമാണ് എന്നതിനർത്ഥം എല്ലാ മേഖലകളിലും അവർക്ക് ഒരുപോലെയുള്ള നിയമങ്ങളാണ് ഇസ്ലാം നൽകുക? അല്ല. എന്തുകൊണ്ടാണ് ഇസ്ലാം ഒരുപോലെയുള്ള നിയമങ്ങൾ നൽകാത്തത്? അവരുടെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം തുല്യമാണ് എന്നതിനർത്ഥം അവർ രണ്ടുപേരും ഒരേപോലെയാണ് എന്നല്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവർ ഒരുപോലത്തെ മനുഷ്യരല്ല. അവരുടെ ശരീരം വ്യത്യസ്തമാണ്, അവരുടെ മാനസികാവസ്ഥ വ്യത്യസ്തമാണ്, അവരുടെ തലച്ചോറ് വ്യത്യസ്തമാണ്. പഠനങ്ങൾ പരിശോധിച്ചാൽ സ്ത്രീയുടെയും പുരുഷന്റെയും തലച്ചോറിന്റെ വലുപ്പം പോലും വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ചിന്താഗതി വ്യത്യാസമാണ്, അവർക്ക് കഴിവുള്ള മേഖലകൾ വ്യത്യാസമാണ്. അവരുടെ എല്ലാം വ്യത്യസ്തമാകുമ്പോ അവരുടെ ജീവിത ചക്രം വ്യത്യാസമാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും ഒരു മാസം ഒരുപോലെയല്ല, ഒരു വർഷം ഒരുപോലെയല്ല, ജീവിത കാലഘട്ടം മുഴുവൻ എടുത്താലും ഒരുപോലെയല്ല. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ പ്രിവിലേജുകൾ, അവർക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ വ്യത്യാസമാണ്. അങ്ങനെ വ്യത്യസ്തരായ രണ്ടു കൂട്ടരാണ് ഇവർ രണ്ടുപേരും എന്നിരിക്കെ ആ രണ്ടു കൂട്ടരെയും പടച്ചവരെ, ആ രണ്ടു കൂട്ടരുടെയും സൃഷ്ടാവായ അള്ളാഹുവിനെ എങ്ങനെ ഇവർ രണ്ടുപേർക്കും ഒരുപോലത്തെ നിയമങ്ങൾ നൽകാൻ കഴിയും? അത് അനീതിയല്ലേ? സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന വിഷയമല്ലേ? അവർക്ക് നിയമങ്ങൾ നൽകുന്ന വിഷയത്തിൽ ഓരോരുത്തരുടെയും പ്രകൃതം പരിഗണിച്ചിട്ടായിരിക്കുമല്ലോ അവരെ പടച്ച, അവരെ സംവിധാനിച്ച പടച്ചവർ അവർക്ക് നിയമങ്ങൾ നൽകുക. കാരണം അവരാണല്ലോ ഏറ്റവും നന്നായിട്ട് അറിയുക. നമ്മുടെ നാട്ടിൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ റേഷൻ നൽകുന്നവർ കാണാൻ കഴിയും. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും മൂല്യം ഒന്നാണെന്ന് നമുക്കറിയാം. വലിയ ബംഗ്ലാവുള്ള ആളാണെങ്കിലും ചെറിയ വീടുകളാണെങ്കിലും അവർ മൂല്യം കൊണ്ട് മനുഷ്യരാണെന്ന് നമുക്കറിയാം. അതേപോലെ ആ മനുഷ്യരെ രണ്ടുപേരെയും ഇന്ത്യൻ ഭരണഘടനയോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനമോ രണ്ടായി പരിഗണിക്കുകയില്ല. രണ്ടുപേരും ഒരേ മൂല്യമുള്ള പൗരന്മാരാണെന്ന് നമുക്കറിയാം. രണ്ടുപേരുടെയും വോട്ടിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം മാറുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ സാമ്പത്തിക സ്ഥിതി കൂടുന്നതിനനുസരിച്ച് സാമ്പത്തികമായ പരിഗണനയായ റേഷൻ നൽകുമ്പോൾ വ്യത്യാസം വരും. APL കാർഡിനും BPL കാർഡിനും അതിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ വ്യത്യസ്തമായ റേഷൻ നൽകും. എന്താ കാരണം? സാമ്പത്തികമായ ആനുകൂല്യം നൽകുമ്പോ, സാമ്പത്തികമായ നിയമം നൽകുമ്പോ സാമ്പത്തിക വ്യത്യാസം പരിഗണിക്കണം. ലളിത യുക്തിയാണ്. സാമ്പത്തികമായ ആനുകൂല്യം നൽകുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ വ്യത്യാസം പരിഗണിക്കണം. അതുപോലെ പടച്ചവൻ മനുഷ്യന്റെ, സ്ത്രീയുടെയും പുരുഷന്റെയും വ്യത്യാസം അറിയുന്ന അല്ലാഹു തആല മനുഷ്യന് ഓരോ നിയമങ്ങൾ കൊടുക്കുമ്പോഴും ആ നിയമങ്ങളുടെ മേഖല ഏതാണോ അവിടങ്ങളിലെ വ്യത്യാസം പരിഗണിക്കും. ശാരീരികമായ ജോലിയുടെ നിയമം കൊടുക്കുമ്പോൾ ശാരീരികമായ വ്യത്യാസങ്ങൾ അവൻ പരിഗണിക്കും. കാരണം എന്താ? അവൻ അറിയാൻ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളത്. കണ്ണടച്ചിട്ടാക്കി വ്യത്യാസങ്ങളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വ്യത്യാസം ഇല്ലാതാവുകയില്ലല്ലോ. അതേപോലെ ഓരോ ജോലികൾ നൽകുമ്പോഴും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകുമ്പോഴും വസ്ത്രധാരണ നിയമങ്ങൾ നൽകുമ്പോഴും ഈ രണ്ടു പേരുടെയും പ്രകൃതം പറയുന്ന അള്ളാഹു എന്ത് ചെയ്യും, അല്ലെങ്കിൽ സൃഷ്ടാവ് എന്ത് ചെയ്യും? അവർക്ക് ആ വ്യത്യാസങ്ങൾ നൽകും. ആ വ്യത്യാസങ്ങൾ നൽകുന്നിടത്താണ് നീതി. സാമ്പത്തികമായ വിഷയത്തിൽ നിയമം കൊടുക്കുമ്പോ സാമ്പത്തികമായ വ്യത്യാസം പരിഗണിച്ചിട്ടില്ലെങ്കിലാണ് അനീതി സംഭവിക്കുന്നത്. അവർ തുല്യമായിട്ട് കണക്കാക്കാൻ പാടില്ല. 1 ലക്ഷം വരുമാനമുള്ളവരെയും 10,000 രൂപ വരുമാനമുള്ളവരെയും ഒരുപോലെ കണക്കാക്കാൻ പാടില്ല. അവിടെ ഒരുപോലെ കണക്കാക്കുമ്പോൾ അനീതി വരും. എപ്പോഴാ നീതി വരിക? അവർക്ക് രണ്ടുപേർക്കും വ്യത്യാസങ്ങൾക്കനുസരിച്ച് സംവിധാനം കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് അല്ലാഹു തആല വസ്ത്രധാരണത്തിൽ സ്ത്രീക്ക് നിയമം വേറെ, പുരുഷന് നിയമം വേറെ. കാരണം രണ്ടുപേരുടെയും
വസ്ത്രധാരണം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന സ്വാധീനം വേറെയാണ്. സ്ത്രീയുടെ നഗ്നത കാണുമ്പോഴും പുരുഷന്റെ നഗ്നത കാണുമ്പോഴും സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ അതിന്റെ ആഘാതം സ്ത്രീയെ സംബന്ധിച്ച് വളരെ അധികമാണ്. നമുക്ക് ഇത് കാണാൻ കഴിയും. ഒരു സ്ത്രീക്ക് രാത്രി ഒറ്റക്കിറങ്ങി സഞ്ചരിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള നഗരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മദീനയാണ്. അതേപോലെ ഈ അടുത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും അതേപോലെ സുരക്ഷിതമായി സഞ്ചരിക്കാനും ഉള്ള ഒരു സുരക്ഷിതത്വമുള്ള രാജ്യങ്ങളുടെ പട്ടിക പ്രഖ്യാപിച്ച ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച പട്ടികയിൽ 5 GCC രാജ്യങ്ങളാണ്, അഥവാ ഗൾഫ് രാജ്യങ്ങളാണ്. ഇസ്ലാമിക നിയമങ്ങളിൽ ഒരു പരിധി വരെ ഒരു വിധമൊക്കെ പാലിക്കുന്ന രാജ്യങ്ങൾ ഒരുപാട് നമുക്ക് അതിൽ കാണാൻ കഴിയും. അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ആ വസ്ത്രധാരണത്തിൽ അല്ലെങ്കിൽ ആ ശരീരത്തിന്റെ നഗ്നത മറക്കുന്നതിൽ അവർക്ക് വലിയ സുരക്ഷിതത്വമുണ്ട്. ആ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ നഗ്നത കാണുമ്പോൾ അവൻ നേരിടാൻ സാധ്യതയുള്ള അക്രമമല്ല സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ അവൾ നേരിടാൻ സാധ്യതയുള്ള അക്രമം അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന പ്രയാസം അല്ലെങ്കിൽ സുരക്ഷിതത്വം ഇല്ലായ്മ. അവിടെ പുരുഷൻ അല്ലെങ്കിൽ പുരുഷന്മാരിലെ ദൈവത്തിനോട് കടപ്പാടില്ലാത്ത, മതത്തിന്റെ ബാധ്യതയില്ലാത്ത, മതം അനുസരിക്കേണ്ടതായിട്ടുള്ള നിബന്ധനകളില്ലാത്ത, മതത്തിൻ്റെതായിട്ടുള്ള നിബന്ധനകളില്ലാത്ത പുരുഷന്മാർ എന്ത് ചെയ്യുന്നു? സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു. ഏതോ കാലം മുതൽ തുടങ്ങിയ ചൂഷണമാണ്. ജന്മികളുടെ കാലം മുതൽ എന്ത് ചെയ്യുന്നു? പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് സ്ത്രീകളുടെ നഗ്നത കാണണം. അന്ന് മുതലേ അവരോട് മാറി തുറക്കാൻ വേണ്ടി നിർബന്ധിച്ച പുരുഷൻ എന്ത് ചെയ്യുന്നു? ഇന്നും അവളോട് അവളുടെ ശരീരത്തിന്റെ നഗ്നത കാണിക്കാൻ വേണ്ടി, അതിനെ തുറക്കാൻ വേണ്ടി അവളോട് പല രീതിയിൽ കൽപ്പിക്കുന്നു. ആ കൽപ്പന ട്രെൻഡുകളിലൂടെയാണ്, സിനിമകളിലൂടെയാണ്, മറ്റു പല കാര്യങ്ങളിലൂടെയാണ്. സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? മുൻപ് അവരോട് നിർബന്ധിച്ച് തുറക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾ തുറക്കില്ല എന്ന് പറഞ്ഞിരുന്ന സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? ഇന്ന് അവരോട് ട്രെൻഡുകളിലൂടെ തുറക്കാൻ പറയുമ്പോൾ അവർ പോലും ഇതിൽ വീണ് പോകുന്നു. പുരുഷൻ തന്നെ ഉപയോഗിക്കുകയാണെന്നോ, അവന്റെ താല്പര്യത്തിന് വേണ്ടി ചൂഷണം ചെയ്യുകയാണെന്നോ, തന്നെ വിൽക്കുകയാണെന്നോ, പരസ്യങ്ങളിലൂടെയും സിനിമകളിലൂടെയും തന്നെ വിൽക്കുകയാണെന്നോ ചിന്തിക്കാൻ പറ്റാതെ എന്ത് ചെയ്യുന്നു? സ്ത്രീ ആ ട്രെൻഡുകൾക്ക് മറ്റും കീഴ്പ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇസ്ലാം പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഒരിക്കലും ഇത്തരം കോർപ്പറേറ്റുകൾക്ക് കീഴ്പ്പെടേണ്ടതില്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള പുരുഷ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടേണ്ടതില്ല. നിങ്ങൾ കീഴ്പ്പെടുന്നത് ആർക്ക് മുമ്പിൽ മാത്രമാണ്? നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് കടപ്പാടുള്ള പടച്ചവന് മുമ്പിൽ മാത്രമാണ്. നിങ്ങൾക്കൊരു കടപ്പാടുമില്ലാത്ത, നിങ്ങളെ വിൽക്കാൻ വരുന്ന, നിങ്ങളെ ചൂഷണം ചെയ്യാൻ വരുന്ന ആളുകളുടെ മുമ്പിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കീഴടങ്ങേണ്ടവരല്ല നിങ്ങൾ. അവർക്ക് വേണ്ടി വസ്ത്രം ധരിക്കേണ്ടവരല്ല നിങ്ങൾ. അവർക്ക് വേണ്ടി സ്വന്തം തുറക്കേണ്ടവരല്ല നിങ്ങൾ. സ്വത്തിന്റെ വിഷയത്തിലും അനന്തരാവകാശത്തിന്റെ വിഷയത്തിലും അത് തന്നെയാണ്. സ്ത്രീ കുടുംബത്തിന് വേണ്ടി പ്രസവം നിർവഹിക്കുന്നു, അവർ കുടുംബത്തിന് വേണ്ടി ആർത്തവം നിർവഹിക്കുന്നു. ഒരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി അവൾ 30-40 വർഷം തന്റെ ശരീരത്തിൽ ആർത്തവം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു. അത് അവർക്ക് മാനസികമായ പ്രയാസങ്ങളും ശാരീരികമായ പ്രയാസങ്ങളും ഉണ്ടാക്കുന്നു. അതുപോലെ ആ പ്രക്രിയയിൽ അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുക എന്ന് പറയുന്ന ആ പ്രസവം എന്ന് പറയുന്ന പ്രക്രിയയിൽ അവൾ 10 മാസം ഗർഭം ധരിക്കുന്നു, പ്രാണവേദനയോടെ പ്രസവിക്കുന്നു, അതിനുശേഷം ഒരുപാട് നാൾ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അങ്ങനെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സ്ത്രീയോട് ഇസ്ലാം പറയുന്നു, നിനക്ക് മേൽ നിർബന്ധമായ സാമ്പത്തിക ബാധ്യതയില്ല. നിനക്ക് മറ്റു വിഷയങ്ങളിലെല്ലാം സംരക്ഷണം നൽകുന്നത് ആരാണ്? പുരുഷനാണ്. പുരുഷന്റെ ബാധ്യതയാണ്, പുരുഷന്റെ മേലുള്ള നിർബന്ധ ഡ്യൂട്ടിയാണ്, ദൗത്യമാണത്. എന്നാൽ സ്ത്രീക്കോ അവൾക്ക് സൗകര്യമുള്ളപ്പോൾ, അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ, അവൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥയുള്ളപ്പോൾ അവൾക്ക് വേണമെങ്കിൽ സമ്പാദിക്കാൻ ഒരു കുഴപ്പമില്ല. അവൾ സമ്പാദിച്ചാൽ പോലും ആ സമ്പാദ്യത്തിൽ പുരുഷനൊരു അധികാരവുമില്ല. പുരുഷന്റെ സമ്പാദ്യത്തിൽ സ്ത്രീക്ക് അധികാരമുണ്ട് താനും. പുരുഷന്റെ സമ്പാദ്യത്തിൽ സ്ത്രീക്ക് അധികാരമുണ്ട് താനും. എന്നാൽ സ്ത്രീയുടെ സമ്പാദ്യത്തിൽ പുരുഷനൊരു അധികാരമില്ലാത്ത വിധം അവൾ സാമ്പത്തികമായി സ്വതന്ത്രയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് സാമ്പത്തിക ബാധ്യത ഇവിടെ പറഞ്ഞതുപോലെ പുരുഷനാണെന്നതുകൊണ്ട് അനന്തരാവകാശത്തിലും ചില ഘട്ടങ്ങളിൽ, ചില വേളകളിൽ പുരുഷന് സ്ത്രീയേക്കാൾ കുറച്ചധികം സമ്പത്തുണ്ടാവും. സ്വാഭാവികമാണ്. ആർക്കാണോ ഇതുകൊണ്ട് ദൗത്യം കൂടുതൽ അവർക്കാണല്ലോ കൂടുതൽ സമ്പത്ത് കൊടുക്കുക. 2 ഉദാഹരണങ്ങൾ അതിന് പരിഗണിക്കാം. ഇപ്പോ മക്കളുടെ വിഷയമാണെങ്കിൽ ഒരു ഉപ്പയുടെ സമ്പത്ത് മക്കൾക്ക് വീതം വെക്കുകയാണ്, മക്കളുടെ ഇടയിൽ അത് വീതിക്കുകയാണെങ്കിൽ ഒരു പുരുഷന് സ്ത്രീക്ക് ലഭിക്കുന്നതിന് ഇരട്ടി ലഭിക്കും. ഇത് എല്ലാ മേഖലകളിലും അങ്ങനെയല്ല. ഇപ്പോ വിശുദ്ധ ഖുർആനിൽ ഇത് പറയുന്ന യൂസിഫുല്ലാഹു ഫി ഔലാദികും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് പറയുന്ന ഇതേ ആയത്തിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണ്? വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു ഫഇൻ കാന, അതായത് ഈ ഉമ്മക്കും ഉപ്പക്കും ഇതേ മകന്റെ സമ്പത്ത് ഉമ്മക്കും ഉപ്പക്കും വീതിക്കുകയാണെങ്കിൽ ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസ്, ഈ 2 പേർക്കും ഒരേപോലെ ആണെന്നുള്ളത്. അവിടെ ഉമ്മ ഉപ്പ എന്നുള്ള സ്ത്രീയാണ് പുരുഷനാണെന്നുള്ള വ്യത്യാസം അവിടെ ഇല്ല. 2 പേർക്കും ഒരേപോലെ കൊടുക്കേണ്ടത് എപ്പോന്നറിയോ? അല്ലെങ്കിൽ അവർക്ക് മക്കളുണ്ടെങ്കിൽ, അവർക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ ഈ ഉമ്മക്കും ഉപ്പക്കും ഒരേപോലെ സമ്പത്ത് കൊടുക്കേണ്ടത്. അഥവാ ഒരു മകൻ മരണപ്പെട്ടു, ആ മകന്റെ മക്കളോ ആ മകന്റെ സഹോദരങ്ങളോ ഈ
ഉമ്മാനും ഉപ്പാനും നോക്കാനുണ്ടെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും ഒരേപോലെ സമ്പത്ത് കൊടുക്കേണ്ടത്. കാരണം എന്താ, ഈ കൊടുക്കുന്ന സമ്പത്തോട് ഉമ്മാക്കും ഉപ്പാക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല, ഇവരെ നോക്കാൻ വേറെ ആളുണ്ട്. എന്നാൽ ഈ മരണപ്പെടുന്ന മക്കൾക്ക് ഈ മക്കളുമില്ല, അതേപോലെ തന്നെ സഹോദരങ്ങളുമില്ല. ഈ ഉമ്മി ഉപ്പി മാത്രമാണ് സമ്പത്തിന്റെ അവകാശികളെങ്കിലോ, ഉമ്മി ഉപ്പി മാത്രമാണ് ഇത് മുഴുവൻ കൈകാര്യം ചെയ്യേണ്ടതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഉമ്മാക്ക് ഉപ്പാക്ക് ലഭിക്കുന്നതിന്റെ പകുതിയായിട്ടുള്ളൂ. എന്താ കാരണം, അവിടെ ഉമ്മാന്റെ ഉപ്പാന്റെ ചെലവ് നോക്കേണ്ടത് ഉപ്പയാണ്. അത് ലളിത വിഷയം. അഥവാ സാമ്പത്തികമായി ബാധ്യത കൂടുന്ന ഏരിയകളിൽ മാത്രമേ പുരുഷന് സ്ത്രീയേക്കാൾ കൂടുതൽ കൊടുക്കാൻ പറയുന്നുള്ളൂ. അങ്ങനെ കൊടുക്കണ്ടേ, സ്വാഭാവികല്ലേ. ഞാൻ രണ്ടുപേർക്കും രണ്ട് തുക കൊടുത്തു, രണ്ട് മനുഷ്യരുടെ മുന്നിലുണ്ട്. ആ രണ്ടുപേർക്ക് രണ്ട് തുക കൊടുത്തതിൽ ഒരാളോട് ആ തുക കൊണ്ട് ഒന്നും ചെയ്യേണ്ട, അത് സ്വന്തമായിട്ട് എടുക്കുമെന്ന് പറഞ്ഞു. മറ്റാളോട് ഞാൻ പറയാണ്, നീ തുക കൊണ്ട് എന്ത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ തുക കൊണ്ട് പ്രത്യേകം ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞ ആൾക്കല്ലേ കൂടുതൽ സമ്പത്ത് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ലളിതയുക്തിയാണ്. അങ്ങനെ പറയാത്ത മേഖലകളിലൊന്നും സ്ത്രീ പുരുഷ വിഷയങ്ങളിൽ അനന്തരാവകാശ വ്യത്യാസമില്ല, മറ്റൊന്നിനും വ്യത്യാസമില്ല. ഇങ്ങനെ അനന്തരാവകാശം ലഭിച്ച സ്വത്തിലേക്കോട്ടെ, അതല്ലാതെ സമ്പാദിച്ച സ്വത്തിലേക്കോട്ടെ, അവളോട് നിർബന്ധമായും ചെയ്യാൻ പറയുന്ന ഒരു കർമ്മമില്ല എന്നാണ്. ഒരു കാര്യം അവളോട് നിർബന്ധമായിട്ട് ഇസ്ലാം ചെയ്യാൻ പറയുന്നില്ല സാമ്പത്തികമായിട്ടാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, ആ സമ്പത്ത് ചെലവഴിക്കാം. അതിനകത്ത് നല്ല വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ഭർത്താവ് പ്രയാസപ്പെടുമ്പോ അതൊന്നും അവർക്ക് നൽകേണ്ടതില്ല എന്നുള്ളതല്ല, നൽകണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. അത് അവരുടെ ബാധ്യതയായിട്ടല്ല, അത് അവരുടെ സ്വതന്ത്രയായിട്ടായിരിക്കും പരിഗണിക്കപ്പെടുക. ഇതാണ് പൊതുവായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം. ഇനി പ്രത്യേകം പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിലുള്ള വിമർശനം ഒരുപാട് അധികരിക്കുന്നു പറഞ്ഞു. ഇവിടെ ഞാൻ ആയത്തുകൾ ഓതി, ഹദീസുകൾ പറഞ്ഞു, വളരെ ഗൗരവത്തിൽ ഇസ്ലാമിന്റെ പരിഗണന വിഷയം പറഞ്ഞു. പക്ഷെ ഇന്ന് നിലനിൽക്കുന്ന വിമർശനങ്ങളിൽ, ചില വിമർശനങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ, സ്ത്രീ പ്രശ്നങ്ങളിൽ ചില പുരുഷ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള തിരുത്തലുകൾ ആവശ്യമുള്ള മേഖലകളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അഥവാ നമ്മളെല്ലാം കേരളത്തിന്റെ കൾച്ചറിൽ, കേരളത്തിന്റെ സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. പൂർണ്ണമായിട്ട് ഇസ്ലാം 100% നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. 14 നൂറ്റാണ്ടായി ഇവിടുത്തെ മുസ്ലിം സമൂഹം, അതിനു മുമ്പ് നമ്മളുടെ ഉമ്മയും ഉപ്പിയും കാരണന്മാരൊക്കെ ഭൂരിപക്ഷം മനുഷ്യരുടെ. അപ്പൊ ഈ സമൂഹത്തിൽ ജീവിച്ചു നമ്മളുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മനുഷ്യരുടെ പ്രകൃതം, ഇവിടുത്തെ മനുഷ്യരുടെ സംസ്കാരം കയറി വന്നിട്ടുണ്ടാവും. ആ സംസ്കാരങ്ങളിൽ ഒരുപാട് സംസ്കാരങ്ങൾ ഇസ്ലാം അനുവദിക്കുന്ന സംസ്കാരമാണ്. വസ്ത്രം സാംസ്കാരികമായിട്ട് നമുക്ക് സ്വീകരിക്കാം, സംസാരത്തിന്റെ ഭാഷ സാംസ്കാരികമായിട്ട് നമുക്ക് സ്വീകരിക്കാം, ഭക്ഷണം സാംസ്കാരികമായിട്ട് നമുക്ക് സ്വീകരിക്കാം. എല്ലാ മേഖലകളിലും മതം ഇടപെട്ടുകൊണ്ട് മാറ്റുന്നില്ല, ഒരുപാട് വിഷയങ്ങൾ സാംസ്കാരികമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ വിഷയങ്ങളും അതുപോലെ അല്ലെന്ന് മനസ്സിലാക്കണം. മതം കാർക്കശ്യത്തോടു കൂടി പറയുന്ന, മതം ഗൗരവത്തോടു കൂടി പറയുന്ന ചില വിഷയങ്ങളിൽ സാംസ്കാരികമായ ചില കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തെ മാറ്റി മതവിരുദ്ധമായ സ്വഭാവം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തൽ നിർബന്ധമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വഭാവം എന്ന് പറയുന്നത്. പറഞ്ഞതാണ്, അഥവാ എന്നെ നിയോഗിച്ചിട്ടുള്ളത് സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ്, അഥവാ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ്. അപ്പൊ വിശ്വാസ സ്വഭാവത്തിന്റെ മാനദണ്ഡങ്ങൾ എടുക്കേണ്ടത് എവിടുന്നാണ്? പ്രവാചകനിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു വരുന്ന സ്ത്രീ വിഷയത്തെ പറ്റി തന്നെയാണ്. ഈ കാലത്ത് ഒരു സ്ത്രീക്ക് തോന്നുന്നു വിചാരിച്ചോ, ഇസ്ലാമിലെ സ്ത്രീക്ക് എന്തൊക്കെയോ ഒരു പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്ത്രീ എന്തൊക്കെയോ അവകാശ വിഷയങ്ങൾ നേരിടാൻ വരുന്നുണ്ട്, ഇസ്ലാമിലെ സ്ത്രീക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥകളുണ്ട് എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മനസ്സിൽ വസ്വാസിന് കാരണമാകുന്നുണ്ടെങ്കിൽ, ആദ്യത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പോയി പഠിക്കുക, ഇസ്ലാമിന്റെ പ്രമാണം പോയി പഠിക്കുക എന്നുള്ളതാണ്. അവിടെ സ്വാഭാവികമായിട്ടും ആ വസ്വാസുകൾ പൂർത്തീകരിക്കപ്പെടും. ഇനി ഒരാൾക്ക് അത്തരത്തിൽ പഠിക്കൽ മാത്രമല്ല ബാധ്യത, ഈ സമൂഹം അതിനനുസരിച്ച് അവരുടെ സംശയം നീങ്ങാൻ വേണ്ടി ക്രമീകരിക്കുക എന്ന ബാധ്യത കൂടി എല്ലാ ആളുകൾക്കുണ്ട്. അവർക്ക് അങ്ങനെ ഒരു വസ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവമോ നമ്മുടെ ഒരു പെരുമാറ്റമോ ഒരാളുടെ ഇസ്ലാമിലെ വസ്വാസ് നിലനിൽക്കാൻ കാരണമാകരുത്. അതിനെ തിരുത്തൽ നമ്മുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും കൂടിയാണ്. അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ത്രീകളോടുള്ള പെരുമാറ്റം നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രത്യേകം ഇക്കാലത്ത് ശ്രമിക്കണം. അത് നമ്മുടെ മതപരമായ ബാധ്യത കൂടിയാണ്. മതപരമായ ബാധ്യത കൂടിയാണ്. ചില ശീലങ്ങൾ മാറ്റേണ്ടി വരും, ചില ജീവിത രീതികൾ മാറ്റേണ്ടി വരും. പ്രവാചകൻ പറഞ്ഞ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ എടുക്കാറുണ്ട്. എന്നാൽ പ്രവാചകൻ തന്റെ വീടകങ്ങൾക്കുള്ളിൽ പ്രവർത്തിച്ചതിന്റെ സുന്നത്ത് പലപ്പോഴും ഒഴിവാക്കാറുള്ളത്. പ്രവാചകൻ തന്റെ ഭാര്യമാരുടെ കൂടെ വീടകങ്ങൾക്കുള്ളിൽ ജോലി എടുത്തിരുന്നു. വീട്ടിൽ പാചകത്തിൽ പ്രവാചകൻ പങ്കായിരുന്നു. അതേപോലെ തന്നെ വീട്ടിൽ പാത്രം കഴുകുന്നതിനും വീട്ടിൽ ക്ലീൻ ചെയ്യുന്നതിനും വീടിനെ വൃത്തിയാക്കുന്നതിനും പ്രവാചകന് പ്രത്യേകം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകനെ ചെയ്തതിന്റെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ പത്നിമാരുടെ ഹദീസുകൾ കാണാൻ കഴിയും.
കഴിയും. വീട്ടുജോലികൾ ചെയ്യുന്നതിനിടയിൽ ബാങ്ക് വിളിക്കുമ്പോൾ പ്രവാചകൻ പള്ളിയിലേക്ക് പോയായിട്ടുള്ള ഹദീസുകൾ കാണാൻ കഴിയും. എന്തുകൊണ്ട് നമുക്കിത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല? നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരികമായി നമുക്ക് കൈമാറി കിട്ടിയ ചില സ്വഭാവങ്ങൾ, ചില പ്രകൃതങ്ങൾ പുരുഷന്മാർ അതൊന്നും ചെയ്യാൻ പാടില്ല, സ്ത്രീ മാത്രമാണ് അവ ചെയ്യേണ്ടത് എന്ന സാംസ്കാരികമായി നമുക്ക് കൈമാറി കിട്ടിയ കാര്യങ്ങൾ അത് മതപരമാണെന്ന തെറ്റിദ്ധാരണയിൽ, മതത്തിലെ നിയമമാണെന്ന തെറ്റിദ്ധാരണയിൽ നമ്മുടെ സ്വഭാവത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് മതത്തിലെ നിയമം എന്ന് നമ്മിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ മാറണം. മതത്തിലെ നിയമം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞ കാര്യമാണ്. എന്താ പ്രവാചകൻ പറയുന്നത്? പ്രവാചകന്റെ അവസാനത്തെ ഖുതുബയിൽ, ഇത് വളരെ ഗൗരവമാണ്, അവസാനത്തെ ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹം ഇനി എല്ലാ കാലവും കൊണ്ടു നടക്കുന്ന കാര്യങ്ങളായ കുറച്ച് കാര്യങ്ങൾ മാത്രം എണ്ണി പറയുന്നു. കുറച്ച് വിഷയങ്ങൾ മാത്രമേ ഹജ്ജത്തുൽ വിദാഇൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നു. ആ എണ്ണി പറയുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള സമൂഹം മുഴുവൻ അത് കൊണ്ട് നടക്കണമെന്നുള്ളതാണ്, എല്ലാവരും ഓർക്കണം എന്നുള്ളതാണ്. വളരെ ചെറിയ ഖുതുബയാണ്. അതിൽ പ്രവാചകൻ വളരെ ഗൗരവമായിട്ട് പറയുന്നു, ഇത്തഖുല്ലാഹ ഫിൻ നിസാ, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ സൂക്ഷിക്കണം. നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ അല്ലാഹുവോട് തഖ്വ കാണിക്കണം. ഫഇന്നകും അഖദ്തുമുഹുന്ന ബിഅമാനത്തില്ലാ, നിങ്ങൾ അവരിൽ നിന്ന് അല്ലാഹുവിന്റെ അമാനത്തിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതാ പടച്ചവന്റെ അമാനത്തായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ സൂക്ഷിക്കണം. എന്തുകൊണ്ടായിരിക്കും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടാവുക? കാരണം പുരുഷന്മാരാൽ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ സാധ്യത ഉണ്ട്. പടച്ചവനാണല്ലോ എല്ലാം അറിയുന്നവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്ന വഹിയിലൂടെയാണല്ലോ ഇത് പറയുന്നത്. പടച്ചവനറിയാം പുരുഷന്മാരാൽ സ്ത്രീകൾക്ക് വസ്വാസം ഉണ്ടാവും, പുരുഷന്മാരാൽ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാം. അവിടെ അത് ഇല്ലാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് പറയാണ്. അവിടെ വീടുകൾക്കുള്ളിൽ നല്ല രീതിയിലുള്ള പെരുമാറ്റം ഇല്ലാതിരിക്കൽ, മുരടൻ സ്വഭാവം കാണിക്കൽ, മക്കളോടാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യമാരോടാണെങ്കിലും അത്തരത്തിൽ പെരുമാറൽ ഇത്തരത്തിൽ പുരുഷന്റെയും പൗരുഷത്തിന്റെയും ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന, മതവും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് തെറ്റായി ധരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നുള്ളതാണ്. അവിടെ ഖുർആന്റെ അധ്യാപനം എന്താ? വഅശിറുഹുന്ന ബിൽ മഅറൂഫ്. നേരത്തെ ഓതി വെച്ച ആയത്തിൽ പ്രയാസങ്ങൾ സ്ത്രീകൾ നേരിടുമ്പോൾ തന്നെ, നേരിടുന്ന സമയത്ത് പോലും വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് എന്ത് ചെയ്യുക? സൗമ്യമായി പെരുമാറുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. പ്രവാചകന്റെ മറ്റൊരു ഹദീസ് പ്രവാചകൻ പറയുന്നു, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി, നിങ്ങളുടെ ഏറ്റവും നല്ല ആളാണെന്ന് പറയും. നിങ്ങളുടെ ഏറ്റവും നല്ല ആളാണെന്ന് പറയും നിങ്ങളുടെ കുടുംബത്തോട് നല്ലവനായി പെരുമാറുന്നവരാണ്. നിങ്ങൾ സുഹൃത്തുക്കളോട് പെരുമാറുന്നത് നല്ലതാണ്, നിങ്ങൾ സമൂഹത്തോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പക്ഷെ കുടുംബത്തോട് മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ നിങ്ങളിൽ നല്ലവരല്ല. പ്രവാചകൻ പറയുന്നത് നിങ്ങളിൽ നല്ല ആളുകൾ ആരാണ്? ഖിയാറുക്കും ലിഅഹ്ലി, നിങ്ങളുടെ കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. പ്രവാചകനെ പറ്റി പറയുന്നു, അന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവരാണെന്നാണ്. ആ തരത്തിൽ പെരുമാറ്റത്തെ പരിവർത്തിപ്പിക്കാൻ കൂടി സാംസ്കാരികമായി കിട്ടിയ ചില വാശയങ്ങളും ചില ശാഠ്യങ്ങളിലും കഴിച്ചു തന്നാതെ നല്ല രീതിയിൽ പെരുമാറ്റമാക്കാൻ കൂടി നമ്മൾ ഈ കാലത്തെ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുന്നതാണ്. കാരണം ഒരാളുടെ മനസ്സിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ട് മതപരമായ ഒരു വസ്വാസം ഉണ്ടെങ്കിൽ, മതപരമായ അകൽച്ചയ്ക്ക് അത് കാരണമാകുന്നുണ്ടെങ്കിൽ അത് തിരുത്തൽ നമ്മുടെ കൂടി ബാധ്യതയാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ചില വീടുകളിലൊക്കെ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാവും, സ്ത്രീയും പുരുഷനും. രണ്ടുപേരും ജോലിക്ക് ഒരേ സമയത്ത് ഇറങ്ങുന്നു, ഒരേ സമയത്ത് തിരിച്ചു വരുന്നു. വീട്ടിലെത്തിയതിനു ശേഷം പുരുഷൻ വെറുതെ ഇരിക്കുന്നു, സ്ത്രീ മാത്രം ജോലികൾ ചെയ്യുന്നു. അതെങ്ങനെയാണ് സ്വാഭാവികമായിട്ടും പ്രവാചകൻ പഠിപ്പിച്ചൊരു രീതിയാവുക? ഒരിക്കലും അങ്ങനെ ആവില്ലല്ലോ. രണ്ടുപേരും ഒരേപോലെ പുറത്തുപോയി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ശേഷവും വീട്ടിൽ വന്നാൽ രണ്ടുപേരും ഒരേപോലെ അധ്വാനിക്കണം. സ്വാഭാവികമാണ്, നീതിയാണ്. ഇനി പുരുഷൻ മാത്രമാണ് ജോലിക്ക് പോയതെങ്കിൽ സ്വാഭാവികമായിട്ട് സ്ത്രീയാണ് വീട്ടിൽ കൂടുതൽ സമയമുള്ളത്, അവളെ പണികൾ എടുക്കാൻ സ്വാഭാവിക നീതി. അവിടെ പുരുഷൻ വീട്ടിൽ ജോലി എടുത്ത് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പകുതി പണി എടുത്തിട്ട് ബാക്കി പണിയെടുക്കാൻ വേണ്ടിയിട്ട് പുരുഷനെ കാത്തിരിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ രണ്ടുപേരും ഒരേപോലെ പുറത്തിറങ്ങി ബുദ്ധിമുട്ടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നാലും രണ്ടുപേരും ഒരേപോലെ എന്ത് ചെയ്യണം? വീട്ടിലെല്ലാ ജോലികളിലും ഭാഗമാക്കാൻ. അതാണ് പ്രവാചകന്റെ സുന്നത്ത്. ഖിയാറുക്കും ലിഅഹ്ലി എന്ന് പറഞ്ഞതിൽ അത് വരുന്നുണ്ട്. അല്ലാഹു നമ്മളെ ആ വിഷയത്തിലടക്കം സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സർവ്വരക്ഷിതാവായ നിയന്ത്രണമായ അല്ലാഹുവിനനുസരിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം മറക്കാതെ വീട്ടിൽ ഓർപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ സാമൂഹികമായ ചില വിഷയങ്ങൾ കൂടി നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമാണ് SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വോട്ടർ പട്ടിക പരിഷ്കരണം. അഥവാ ഇപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടിക അവർ മരവിപ്പിച്ചിരിക്കുന്നു. നിലവിലുള്ള വോട്ടർ പട്ടിക സാധുവല്ല. 2002 വോട്ടർ പട്ടിക പ്രകാരം നമ്മളെല്ലാം പുനഃപരിശോധിക്കുകയാണ്, വീണ്ടും വോട്ടർ പട്ടിക പുതുക്കുകയാണ്. ഈ പ്രക്രിയയിൽ ബീഹാറിൽ 60 ലക്ഷത്തിലധികം ആളുകളുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അഥവാ ഭാവി പ്രക്രിയകളിൽ
അവർ ഒരുപക്ഷെ ഇന്ത്യൻ പൗരന്മാർ പോലും അല്ലാത്ത രീതിയിൽ മാറിയേക്കാം. അപ്പൊ ആ സംവിധാനം കേരളത്തിലേക്ക് കൂടി കൊണ്ടുവരാണ്. നിർബന്ധം പിടിച്ച് കേരള സർക്കാരിന്റെ വിയോജിപ്പൊക്കെ മറികടന്നുകൊണ്ടാണ് അവരത് കൊണ്ടുവരുന്നത്. നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര പോലെ, അസാം പോലത്തെ സംസ്ഥാനങ്ങൾ അവര് ഈ പരിപാടി ഒഴിവാക്കി. പക്ഷെ കേരളത്തിൽ മാത്രം നിർബന്ധിച്ചത് ഇപ്പോൾ പ്രത്യേകം നടപ്പിലാക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരക്കിലാകുമ്പോൾ കേരളത്തിലെ കുറച്ച് ആളുകളെ വോട്ടൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുള്ള ഒരു നിശ്ചിത പൈശാചിക ചിന്തയോടെയാണ്. ഗൗരവതരമായി നമ്മൾ ആ വിഷയം ഏറ്റെടുക്കണം. അഥവാ നമ്മളിൽ ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതിന്റെ പ്രക്രിയയിൽ 2002 വോട്ടർ പട്ടികയിലുള്ള ആളുകൾക്ക് നിബന്ധനകൾ വേറെയാണ്. 2002 വരെയുള്ള വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾക്ക് നിബന്ധനകൾ വേറെയാണ്. 1987 2004 ഇടയിൽ ജനിച്ച ആളുകളുടെ നിബന്ധനകൾ വേറെയാണ്. 2004 ശേഷം ജനിച്ച ആളുകളുടെ നിബന്ധനകൾ വേറെയാണ്. വ്യക്തമായി അതിന്റെ ഓരോ വിശദാംശങ്ങളും പരിശോധിച്ച് ഓരോ ആളുകളുടെയും വോട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന നമ്മുടെ ബാധ്യതയാണ്. ഞാൻ വോട്ട് ചെയ്യാനും പോകുന്നില്ല, വോട്ടർ പട്ടികയുടെ പേരിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ മുന്നേ ധരിച്ചതുപോലെ ഒരിക്കലും ധരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. കാരണം വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എന്നത് നമ്മൾ ഇന്ത്യൻ പൗരനാവുക എന്നതിന്റെ മാനദണ്ഡമായി ഒരു വർഷത്തിനുള്ളിൽ വേണമെങ്കിൽ കണക്കാക്കപ്പെട്ടേക്കാം. അപ്പൊ ആ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ പൗരൻ എന്ന അവസ്ഥയിൽ നിന്ന് മാറ്റാൻ പോലും നിശ്ചിത തൽപരർക്ക് പറ്റും. CAA NRC പോലെയുള്ള വിഷയങ്ങൾ വീണ്ടും നടപ്പിലാക്കുന്നതിന്റെ ആദ്യ പടിയാണെന്ന് മനസ്സിലാക്കുക. സോ കേരളത്തിൽ എല്ലാവരും ബീഹാറിനെ പോലെയല്ല, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും ബോധ്യമുണ്ട്, ചിന്തയുണ്ട്, അവർ അവബോധരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കേരളത്തിൽ ബീഹാറിൽ ഉണ്ടാക്കിയതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കൽ വലിയ രീതിയിൽ സാധിക്കുന്നില്ല. നമ്മൾ ജാഗരൂകരാവുക, പ്രധാനമായിട്ട് വിശ്വാസികൾ ജാഗരൂകരാവുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മെ ഓരോരുത്തരെയും സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഇത്തരത്തിൽ നിക്ഷേപ തൽപരരുടെ, ഇത്തരത്തിൽ പ്രത്യേകം താല്പര്യമുള്ള ആളുകളുടെ അവരുടെ പൈശാചിക പ്രവർത്തനങ്ങൾ എന്നുള്ളവരെ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുനാഥ, ഈ ലോകത്ത് നീ പ്രവാചകനിലൂടെ അവതരിപ്പിച്ച സന്മാർഗത്തിന്റെ പൂർത്തീകരണം, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഈ ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസത്തിലാക്കപ്പെടുന്ന ഒരുപാട് നിരപരാധികളുണ്ട് റബ്ബേ. ഗസയിലും സുഡാനിലും സിറിയയിലും ഉയ്ഗൂറും റോഹിംഗ്യയിലും ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ. അവർക്കെല്ലാം ക്ഷമയും വിജയവും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കണം നാഥ. ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരികയും ചെയ്യണം നാഥ. ഒരു ദുആ കൊണ്ട് ഒരു വസിയത്ത് ഉണ്ടായിരുന്നു. സഹോദരൻ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഗ്യാവസ്ഥ വളരെ പ്രയാസകരമാണ്. അത്തരത്തിൽ രോഗം അനുഭവിക്കുന്ന പ്രയാസത്തിലായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ശിഫയും ഹൈറും നൽകി അനുഗ്രഹിക്കണം നാഥ. ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ മക്കൾ, മാതാപിതാക്കൾ, മറ്റു ബന്ധുക്കളാണ് എല്ലാവർക്കും നീ മഹഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം നാഥ. ഞങ്ങളെല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് നോക്കുകയും ഖബറിലേക്ക് നരകത്തെ ശിക്ഷയോടെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണം റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم